നമ്മളൊന്ന് അളക്കണം. ഇവരെ കൊണ്ടുവന്നിരുത്തിയിട്ട് ABC മലയാളം എന്ന് പറയുന്ന ഒരു ചാനലില് ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം വയോജനങ്ങളെ സംരക്ഷിക്കാൻ സോഷ്യൽ മീഡിയയിൽ വയോജനങ്ങൾക്ക് സംരക്ഷണമായി ഉണ്ടാക്കപ്പെട്ട ഒരു ABC ചാനൽ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഒരു സമൂഹത്തോടുള്ള ശക്തമായ വെറുപ്പും ഒളിച്ചു കടത്താൻ ഉപയോഗിക്കുന്ന ഒരു ചാനലായിട്ടാണ് നമ്മൾ അതിനെ കണ്ടിട്ടുള്ളത്. അതിൽ 2-3 കാക്കമാരുണ്ട്, ഒരു ഉള്ളും പുറവും ഉണങ്ങിപ്പോയ കാക്കമാർ. അതിൽ പോട്ട് ഒരു കാക്ക ഇവനിങ്ങനെ ഇരുത്തിയിട്ട് വളരെ സൗമ്യമായിട്ട് ഏതൊക്കെ ഒന്ന് നല്ല പൗഡറൊക്കെ ഇട്ട് ഒരു മാനവികനാണ് എന്ന് വരുത്തുന്ന കോലത്ത് ഇവന്റെ മുഖത്ത് അങ്ങനത്തെ ഒരു സംസ്കാരമൊന്നുമില്ല. ഇവനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തിയിട്ട് അയാളിങ്ങനെ പറയുന്നുണ്ട്, വല്ലാത്ത മാനവികമായ മനസ്സാണ് നിങ്ങൾക്കുള്ളത്, സൗമ്യമായ മനസ്സാണുള്ളത്, മതത്തിനെതിരെ പ്രവർത്തിക്കുമ്പോഴും വളരെ മാന്യമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ആരെക്കുറിച്ച്? പെരുമ്പാമ്പിനെ കുറിച്ച് ആട്ടുംകുട്ടി എന്ന് പേരിട്ടാൽ പോലും അതിനൊരു ബന്ധമുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ആരിഫ് ഹുസൈൻ തെരുവത്തിനെ മലയാളിക്ക് വളരെ വളരെ പരിചിതമായൊരു മുഖമാണ്, ശബ്ദമാണ്, നിലപാടുകൾ വളരെ ഭദ്രമാണ്, സുപരിചിതമാണ്. ഒരുപക്ഷെ ഈ മതവിമർശനത്തിൻ്റെ ഒരു പുതിയ രീതിശാസ്ത്രം കൊണ്ടുവന്ന ഒരാളാണ് ആരിഫ് ഹുസൈൻ. അതുപോലെ തന്നെ മതവിമർശനത്തിന് ധീരവും അതേസമയം സർഗാത്മകവും സൗമ്യവുമായ ഒരു മുഖം, അങ്ങനെയൊക്കെയാണ് ഞാൻ ആരിഫ് ഹുസൈനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തെ സംവാദാത്മകമാക്കുക, സംവാദത്തിനൊരു സംസ്കാരം ഉണ്ടാക്കുക, അതിന് അപാരമായ ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അത് ഇത്രയേറെ തെളിയിച്ച ഒരാളില്ല. ഏത് വിഭാഗത്തിലും റേഞ്ചിലും പെട്ട മനുഷ്യരോട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തോന്നുന്ന സോഫ്റ്റ് കോർണറിൽ തന്നെ ടച്ച് ചെയ്തുകൊണ്ട് അവരുടെ എല്ലാ വിമർശനങ്ങളും കടുത്ത തെറിവാക്കുകളും ആക്ഷേപങ്ങളും ശാപവചനങ്ങളും ഒക്കെ ഇങ്ങനെ ഇരുന്ന് ഞാനങ്ങനെ ആസ്വദിക്കാറുണ്ട്. ആരിഫിനെ ശാപമൊക്കെ കേട്ടിട്ട് അതെ ആരിഫിനെ എങ്ങനെ ശപിക്കുന്നത്, ആരിഫ് എങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു, ആസ്വദിക്കുന്നത്, എനിക്ക് വളരെ വ്യത്യസ്തമായ ഒരു സംവാദത്തിന്റെ സംസ്കാരം മലയാളത്തിൽ ആരിഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആരിഫ് ഏതവസ്ഥയിലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അംഗീകരിച്ചു എന്നതിന്റെ പേരിലും മനുഷ്യരെ പരിഹസിക്കാനും ആ മതത്തിന്റെ വക്താക്കളായി എന്നതിന്റെ പേരിലും മാത്രം അതിനിഷ്ഠൂരമായി ചർച്ചക്ക് വെക്കാനും മനുഷ്യരുടെ ഗതികേടുകളെ അക്രമങ്ങളെ പോലും ആഘോഷിക്കാനും ഒരു മടിയില്ലാത്ത ഇവൻ കുറുക്കൻ ചത്താലും കണ്ണു പോയി കൂട്ടിലെന്ന് പറഞ്ഞ പോലെ ഏത് ഘട്ടത്തിലും അതെങ്ങനെ വർഗീയമായി ഉപയോഗപ്പെടുത്താന്ന് ചിന്തിക്കുന്ന ഈ ആരിഫ് ഹുസൈൻ ഉണ്ട്. അയാളങ്ങനെ വല്ലാതെ വെളുപ്പിച്ചെടുക്കുന്നത് കാണാൻ കഴിയും ആ കാക്ക. എന്നാലേ സമൂഹം കാണണം, കണ്ടതാണ് ഇവന്റെ സംസ്കാരം അവൻ എഴുതിയിട്ടുള്ളത്. ഈ ഒരു അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ഇടപെടലിനെ പരിഹസിച്ചുകൊണ്ട് അവൻ വളരെ നീചമായി